ഞാൻ ആലപ്പുഴയിൽ നിന്ന് എടത്തുവായിൽ നിന്ന് വരുന്നു. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ്. ഞാനൊരു നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ് എന്നതിലുപരി ഞാൻ അത്ര ബുദ്ധിയുള്ള കൊച്ചൊന്നുമല്ല. ആസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. ഞാൻ ഫസ്റ്റ് ഇയർ കയറിയപ്പോൾ എനിക്ക് 3 വിഷയം ബാക്ക് വന്നു. ആ 3 വിഷയം 3 വട്ടം എഴുതിയിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് എൻ്റെ അമ്മയും ആൻറ്റിയൊക്കെ പറഞ്ഞത് ഓൺലൈൻ ലൈറ്റ് എ കാൻഡിൽ പ്രയർ ചെയ്യാൻ പറഞ്ഞു. അതുവരെ എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രയർ ചെയ്തപ്പോൾ അന്ന് മുതൽ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, കുർബാന കൂടാൻ തുടങ്ങി. അന്ന് മുതൽ ജീവിതത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറാൻ തുടങ്ങി. അത് ചെയ്തതിൻ്റെ ഫലമായി 3 വട്ടം എഴുതി കിട്ടാത്ത ആ ഒരു വിഷയം 4-മത്തെ വട്ടം എനിക്ക് എഴുതി കിട്ടി. പിന്നെ എനിക്ക് തോന്നി ആ ലൈറ്റ് എ കാൻഡിൽ പ്രയറിൽ അത്ഭുതമുണ്ട്. ഞാനത് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഉപയോഗിച്ചു. സെക്കൻഡ് ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ പാസ്സായി. തേർഡ് ഇയറിൽ എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. ഫോർത്ത് ഇയറിൽ ഞാൻ മാതാവിനോട് സെക്കൻഡ് ക്ലാസ്സെങ്കിലേ ചോദിച്ചുള്ളൂ. പക്ഷേ മാതാവ് എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ എനിക്ക് നല്ല മാർക്കോടെ എനിക്ക് പാസ്സാക്കി തന്നു. ഞാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ലൈറ്റ് എ കാൻഡിൽ പ്രയർ ചെയ്യുന്നത് വഴി. ഞാൻ അതിനൊരു മുടക്കം വരുത്തിയിട്ടില്ല. ജപമാലയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആയുധം. മറ്റുള്ളവർ ചോദിക്കുമായിരുന്നു നിൻ്റെ ദൈവം എവിടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു തോറ്റുപോയപ്പോഴും. പക്ഷേ ഇപ്പം അവർക്കും ഇപ്പോഴും ആരും ചോദ്യം ചോദിക്കുന്നില്ല. കാരണം അവർക്കറിയാം എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെ കാണുമെന്ന്. ലൂക്കായുടെ സുവിശേഷം 18:27 പറയുന്ന പോലെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എപ്പോഴും വിഷമം വരുമ്പം എനിക്ക് കിട്ടുന്നൊരു വചനമാണ് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ളത്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മയുടെ മകൻ കരുണ കാണിക്കാതിരിക്കുമോ? എന്നാൽ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഈ വചനമാണ് എന്നെ എപ്പോഴും വഴി നടത്തുന്നത്. അതുപോലെ സങ്കീർത്തനയുടെ പുസ്തകത്തിൽ 27 പറയുന്ന പോലെ കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. ഈ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു.